ഞങ്ങൾ അവരടുത്തേക്ക് ചെന്നപ്പോൾ അവളുമാർ ഭയങ്കര ഒലിപ്പിക്കല്ലേ. രണ്ടിനെയും എടുത്ത് കിണച്ചിലിടാൻ തോന്നി. അവന്മാരാണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുന്നുണ്ടാവും. ഹായ്, ഐ ആം ഷംസീന. ആദിയുടെ കയ്യിൽ തൂങ്ങിയവൾ. അതിന് ഞങ്ങളെന്ത് വേണം? ഹായ്, ഐ ആം മഫീദ. അജുവിൻ്റെ കയ്യിൽ തൂങ്ങിയവൾ. ഞങ്ങൾ രണ്ടാളും ഒന്ന് എളിച്ചു കൊടുത്ത് അവന്മാരെ നോക്കിയപ്പോൾ ഭയങ്കര വർത്താനം. അതെ, വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ ചെയ്യാ? ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു കൊടുക്കുക. അതിന് നമ്മൾ മറുപടി പറയാൻ പോയപ്പോൾ ഷാനു നമ്മളെ വായ പൊത്തി പിടിച്ച് വേണ്ട എന്ന് പറഞ്ഞു. നമ്മളവനെ നോക്കി പല്ല് കടിച്ച് അവിടെ നിന്ന് നടന്നതും ഷാനു പിന്നിൽ നിന്ന് വിളിച്ചു, എന്താടി? കിച്ചണിലേക്കുള്ള വഴി അതല്ല, ഇതാ. സോറി, പെട്ടെന്ന് മറന്നുപോയി. നമ്മൾ വീണ്ടും ഓനെ നോക്കി പല്ല് കടിച്ചു. സ്ലോ മോഷനിൽ കിച്ചണിൽ പോയി. എന്നിട്ട് വെള്ളം കലക്കി പഞ്ചസാര ഇടാൻ നിന്നപ്പോൾ, ഡി, നമുക്ക് കുറച്ച് ഉപ്പും വിമ്മും കൂടിയുള്ള സ്പെഷ്യൽ വെള്ളം കൊടുത്താലോ? സെറ്റ്. വിമ്മ വേണ്ട, അവിടെ സർഫെക്സിൽ ഇരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് വായോ. ഷാനു അതെടുത്ത് കൊണ്ടുവന്നതും എവിടെ നിന്നോ പാച്ചുകയും പാത്തും ഓടി വന്നിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് അതെടുത്ത് മാറ്റി. ഡീ, പണി ഉണ്ടാക്കല്ലേ, അവളുമാർക്ക് നമുക്ക് പതുക്കെ പണി കൊടുക്കാം. ഇപ്പോൾ കൂൾ ബേബി കൂൾ. ആന്ന്, നിങ്ങൾ എന്തേലുമൊക്കെ കാണുമ്പോഴേക്കും ഇങ്ങനെ ചാടി പുറപ്പെട്ടു കഴിഞ്ഞാലോ? ക്ഷമ വേണം. ക്ഷമ ഈമാനിൻ്റെ പകുതി എന്നൊക്കെ കേട്ടില്ലേ? രണ്ടും കൂടി ഞങ്ങൾ സോപ്പിട്ട് ആ വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ ഹാളിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞ അവർ റൂമിലുണ്ടെന്ന്. അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ച ആദിയും മജുവും അവളുമാരെ കൂടെ കൊഞ്ചിക്കുഴഞ്ഞിരിക്കുക. ആദിയുടെ തോളിലാണ് ഷംസയുടെ കൈ. അത് കണ്ടതും ഷാനു കലിപ്പായി നമ്മളെ കയ്യിൽ കടിച്ചു. ആ ഡീ പോത്തെ, എൻ്റെ കൈ വിടടി പൊട്ടി. സോറി, പെട്ടെന്നുള്ള ആവേശത്തിൽ അറിയാതെ. കോപ്പ്, മനുഷ്യൻ്റെ കൈ പൊളിച്ചു. ഡി, അവളുമാരങ്ങനെ നമ്മൾ കലക്കിയ വെള്ളം കുടിക്കേണ്ട. ബാടി, എടുത്ത് കുടിക്കടി ഇത്. അത് കേട്ടതും ഷാനു 2 ഗ്ലാസ്സിലെയും വെള്ളം എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. ലേശം മധുരം കുറവല്ലേ? സോറി, ഫോക്കസ് മാറിപ്പോയി. ഇവരിങ്ങനെ വിട്ടാൽ പറ്റില്ല, പണി കൊടുക്കാം. അങ്ങേക്കുള്ളത് പലിശ സഹിതം കൊടുക്കണം. ഞാൻ ഇപ്പോൾ വരാവേ. അതും പറഞ്ഞ് ഷാനു ഒറ്റ ഓട്ടായിരുന്നു പുറത്തേക്ക്. നമ്മൾ വായും പൊളിച്ച് ഓളെ നോക്കി നിന്നപ്പോഴാണ് അവർ പുറത്തേക്ക് വന്നത്. നമ്മൾ അവരെ നോക്കി ഒന്ന് വിളിച്ചു കൊടുത്തു. കിച്ചണിലേക്ക് ചെന്നു. ഷാനു, ബലാലി, ഇബ്ലീസ്, എന്താ എൻ്റെ ഒലിപ്പീര്, കാണിച്ചു തരടാ ഹംക്കെ. നമ്മൾ വീട്ടിലേക്ക് ചെന്ന് ഹാരിത്തയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹാരിത്ത പൊരിഞ്ഞ ചിരി. മൂപ്പത്തിനെ നോക്കി കണ്ണുരുട്ടി നമ്മൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഉമ്മ വന്ന് നമ്മളോട് പറഞ്ഞ കാര്യം കേട്ട് നമ്മൾ നല്ല ഒന്നാന്തരം വിളിയിലിച്ച് നേരെ റൂമിലേക്ക് വിട്ടു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറുക്കി നേരെ അജൂക്കടക്ക് വിട്ട് നമ്മൾ വലിയൊരു ബാഗും പിടിച്ച് വരുന്നത് കണ്ടിട്ട് ആദിയും അജൂക്കയും പാത്തും പാച്ചും പിന്നെ ഇപ്പം വന്ന പട്ടികളും ജുമിയും വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. നീ ഒളിച്ചോടാൻ പോവാണോടി? അതെ, അവിടെ നിന്ന് ഇങ്ങോട്ട്. എന്തേ, കൂടെ പോരുന്നോ? മാറി നിൽക്ക് മനുഷ്യ. നമ്മൾ പാച്ചുക്കനെ തള്ളി മാറ്റി ഹാളിൽ ചെന്ന് നിന്നു. ഞാൻ ഇന്നു മുതൽ ഇവിടെ പാത്തുൻ്റെ കൂടെ കഴിയാൻ തീരുമാനിച്ചു. ഇനി വല്ലവർക്കും വല്ല എതിർപ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പാത്തുനെ സഹിച്ചോ, വേറെ നിവർത്തിയില്ല. ഞാൻ പോവില്ല മോളെ. റൂമിലേക്ക് ചെന്നപ്പോണ്ട് ജുമി അവിടെ ഡ്രസ്സൊക്കെ മടക്കി എടുത്തു വെക്കുന്നു. ഈ സാധനമല്ലേ ഇപ്പോൾ താഴ്ത്തുണ്ടായിരുന്നത്, ഇതിപ്പോൾ ഇവിടെ എത്തി? നീ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങോട്ട് പോന്നു. അല്ല, നീ എന്തേ പെട്ടെന്ന്? അതോ, ഉമ്മയും ആര്യത്തെയും കൂടി താത്താൻ്റെ വീട്ടിലേക്ക് പോവാത്രേ. സോ എന്നോട് ഇങ്ങോട്ട് വന്ന് നിന്നോളാൻ പറഞ്ഞു ഉമ്മ. പിന്നെ ഇതിലൂടെ എൻ്റെ കെട്ടിയവനെ നൈസായിട്ടൊരു പണി. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? 5ൻ്റെ കായ്ക്ക് കൊള്ളൂലെങ്കിലും പിന്നെ എന്തിനാടേ ഈ ഇങ്ങോട്ട് പെട്ടെടുത്ത് പോന്നേ? അത് പിന്നെ ഈ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാത്തു കയറി വന്നു. അതെ, റൂമിൽ നിൽക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അലങ്കോലമാക്കിയാൽ. അപ്പോൾ ഞാനും ജുമിയും പരസ്പരം നോക്കിയിട്ട് ജുമി മെല്ലെ പോയി ഓളെ കബോർഡ് തുറന്നു. ഈ അലങ്കോലം എന്നുദ്ദേശിച്ചത് ഇതാണോ എന്ന് പറഞ്ഞ് ഓൾ ഡ്രസ്സൊക്കെ വലിച്ച് വാരിയിട്ടു. നമ്മൾ പോയി അതൊക്കെ എടുത്ത് കുത്തിത്തിരികി വെച്ചു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഓൾ ഒതുക്കി വെച്ച ബുക്കൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്. ഇതിങ്ങനെയൊന്നല്ല വെക്കേണ്ടേ, അതും പറഞ്ഞ് ഞാനും ജുമിയും കൂടി ബെഡ്ഷീറ്റൊക്കെ വലിച്ചിട്ടു. എൻ്റെ പൊന്നു മക്കളെ, ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ സ്വന്തം റൂമായി കണ്ടോളി. അതും പറഞ്ഞ് പാത്തു കൈകൂപ്പിയപ്പോൾ നമ്മളെ നിർത്തി. അന്ത ഭയം ഇരിക്കട്ടും, ഞങ്ങൾ തന്നെ അതൊക്കെ വൃത്തിയാക്കി കൊടുത്തു.
പാത്തു ആഷിഫിനെ പൊക്കി പൊക്കി പറയുമ്പോൾ ജുമ്മി ഓളെ എടുത്ത് പഞ്ഞിക്കിടും. അപ്പം നമ്മൾ ഇടപെടും. പിന്നെ ഞാനും പാത്തും കൂടി ഓളെ ഇട്ട് താങ്ങും. അവസാനം ആ കള്ളപ്പന്നി കൈ കടിച്ച് പരുവമാക്കിയപ്പോൾ നമ്മൾ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഷംസിയും മുഫിയും ഞങ്ങളെ റൂമിലേക്ക് കയറി വന്നേ. ഹായ് ഫ്രണ്ട്സ്, എന്താ പരിപാടി? തലകുത്തിമര എന്തേ പോരുന്നോ? ഞങ്ങൾ നിങ്ങളെ ശരിക്കും പരിചയപ്പെട്ടില്ല, അതാ വന്നേ. അതിനെന്താ, വാ നമുക്ക് സംസാരിക്കാം. ഏതാ അലവലാതി? പാത്തു വിളിച്ചുകൊണ്ട് അവരായിട്ട് ഭയങ്കര കത്തിയടി. റൂമടച്ച് സബ് ഓൺ ആക്കിയാൽ പുറത്തേക്ക് സൗണ്ട് കേൾക്കില്ല. 3 എണ്ണത്തിനെയും ഓൺ ദ സ്പോട്ട് തുടങ്ങാം. ഷമി ഈമാനിൻ്റെ പകുതി എന്നല്ലേ, ഇജ്ജ് വെയിറ്റാക്ക്. ആ പാത്തുവിനെ ആദ്യം തല്ലിക്കൊല്ലണ്ടേ. ക്ഷമ, വെയിറ്റ്. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ഇന്ന് ആദിയുടെയും മജുവിൻ്റെയും വക ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ പോട്ടെ, വന്നിട്ട് കാണാം. അതും പറഞ്ഞ് അവർ പോയപ്പോൾ നമ്മൾ പല്ല് കടിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓനോട് 2 സ്റ്റിക്കേഴ്സ് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ ഓനെന്ത് പറഞ്ഞെന്നറിയോ? എനിക്കൊന്നും വയ്യ, എനിക്കതല്ലേ പണിയെന്ന്. എന്നിട്ട് ഓനിപ്പോൾ ട്രീറ്റിന് പോണേ, കള്ള ബലാലി. സാരില്ല കുട്ടി, കേട്ടില്ലേ? ഷെമി ഈമാനിൻ്റെ പകുതിയാണ്, ക്ഷമിച്ചേക്ക്. ഞാൻ പോയി എൻ്റെ നാത്തൂനെ ഒന്ന് സ്നേഹിക്കട്ടെ. ജുമ്മി പാത്തൂൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പാത്തു ഓടി ബാത്റൂമിൽ കയറി. ജുമ്മി അവിടെ കിടന്ന് തല്ലി പൊളിക്കുന്നുണ്ട്. എന്നാലും ഓനങ്ങനെ ചെയ്തില്ലേ? അപ്പോൾ എനിക്ക് എന്നോടൊരു സ്നേഹമില്ലേ? ഞാൻ ഓനോട് ഡയമണ്ട് ഒന്നല്ലല്ലോ ചോദിച്ചേ, 2 സ്നിക്കേഴ്സ് അല്ലേ? ഏറിപ്പോയ 30 രൂപ, അത്രയല്ലേ ഉള്ളൂ. ഇതിനൊക്കെ ഞാൻ പ്രതികാരം വീട്ടില്ലെങ്കിൽ എൻ്റെ പേര് അല്ല, ഓൻ്റെ പേര് ഞാൻ അപ്പുറത്തെ വീട്ടിലെ പോത്തിലിടും. പാച്ചു ഷാനു പെട്ടിയുമായി കയറിപ്പോയതും കള്ളപ്പന്നികൾ അജു ആദിയും രണ്ടും കൂടി നമ്മളെ കുത്തിനി പിടിച്ച് ടേബിളിൽ കിടത്തി. നമ്മളെ 2 കൈയും കൂടി ബലമായി പിടിച്ചു വെച്ചു. ആദ്യം നമ്മളെ നേർക്ക് മുഖമടിപ്പിച്ചതും, നീ എന്നെ പീഡിപ്പിച്ച് കൊല്ലാൻ പോവാണോ? ഞാൻ അത്രക്കാരൻ നെഹിഹേ. അല്ലോ, ആരെയും ഓടി വരണേ. എൻ്റെ ഫസ്റ്റ് കിസ് നല്ല കളറായിരിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പ്ലീസ് എൻ്റെ ചരിത്രം നശിപ്പിക്കരുത്. അയ്യേ ഇപ്പം പട്ടി. ചരിത്രമല്ല, ചാരിത്രം. ഒരു ദീർഘവും വള്ളിമേലെ കുറവുള്ളൂ. എന്തായാലും പോയാൽ തീർന്നില്ലേ? പട്ടി, ഓവർ തമാശിക്കാതെ ഇതിനൊരു പരിഹാരം കണ്ടോണം. അവൻ്റെ കോപ്പിലൊരു ഐഡിയ. എല്ലാത്തിനും നിന്നെ പറഞ്ഞാൽ മതി. അവന് പറഞ്ഞത് കേട്ട് തുള്ളിയിട്ടിപ്പോൾ എന്തായി? എൻ്റെ പൊന്നളിയാ, ഞാൻ അറിഞ്ഞ ഈ കോപ്പിൻ്റെ ഐഡിയ പൊട്ടായിരുന്നു എന്ന്. ഇവൻ്റെ ജലസ് ഐഡിയ വെച്ചിട്ട് എല്ലാം ഞാനും ജുമ്മി തെറ്റിയതും അവളോട് എനിക്കുള്ള ഇഷ്ടം പുറത്തേക്ക് വന്നതും. ഇവൻ്റെ കോപ്പിൽ ഐഡിയ വെച്ചിട്ടല്ലേ നിനക്ക് ഷാനുവിനെ ഇഷ്ടമാണെന്ന് നിനക്ക് മനസ്സിലായതും. അപ്പം ഞാൻ വിചാരിച്ചു അത് വർക്കൗട്ടാവുമെന്ന്. നന്ദി വേണമടാ, എൻ്റെ ഐഡിയ വെച്ച് നിനക്കൊക്കെ അവളുമാരെ ഇഷ്ടമായില്ലേ? നിൻ്റെയൊക്കെ പെണ്ണുങ്ങൾക്ക് തൊലിക്കട്ടി കൂടുതലും ബുദ്ധി കുറവുമായത് എൻ്റെ കുഴപ്പമാണോ? ഞങ്ങൾ നിങ്ങളേറ്റ് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് പോലും അവളുമാർക്കൊരു കുലക്കുമില്ല. ദേടാ, ഒരാഴ്ചക്ക് പാച്ചു വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വന്നേ. നെക്സ്റ്റ് വീക്കിന് ഞങ്ങൾ കെട്ടന്മാരെടുത്തു പോകണം. അതിനു മുന്നേ അവരെ വളച്ച് കുപ്പിയിലാക്കിക്കോണം. ജുമിയും റൂം മാറിക്കണോ? അപ്പോൾ ഇവൻ്റെ കോപ്പിൽ ഐഡിയ കേൾക്കാതെ നിങ്ങളുടെ രീതിയിൽ വല്ലതും നോക്കിക്കോണം. മുഫി, അവളും മാറിയോ? നിങ്ങൾ പേടിക്കണ്ട, ഇത് വർക്കൗട്ടാവും. ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു തീപ്പൊരി വീണിട്ടുണ്ടാവും. നമുക്കത് ഊതി കത്തിക്കാം. ഇങ്ങനെ പോയാൽ നിന്നെ മിക്കവാറും ഞങ്ങൾ പച്ചക്ക് കത്തിക്കും. ഏതായാലും പറഞ്ഞതല്ലേ, നമുക്ക് പോയി വരാം. പട്ടി, എൻ്റെ ഐഡിയക്ക് കുറ്റവും എന്നിട്ടത് യൂട്ടിലൈസ് ചെയ്യുന്നവണ്ട. ഇനി നീ ഒരക്ഷരം മിണ്ടിയ നിന്റെ ചെവിക്കല്ല് ഞാൻ പൊളിക്കും. മര്യാദയ്ക്ക് ഞങ്ങൾ വരുമ്പോഴേക്കും അവർ ഞങ്ങളെ റൂമിലുണ്ടായിക്കോണം. അവർ പോയതും നമ്മളെ തലക്ക് കൈകൊടുത്തിരുന്നു. ഏത് നേരത്താണാവോ എനിക്ക് ഇവന്മാരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയേ. അവളുമാരെ വല്ലതും പറഞ്ഞ് പറ്റിച്ച് നിർത്തിയാൽ മതിയായിരുന്നു. ഇവന്മാരങ്ങനെയല്ല, ഡേഞ്ചറാണ്. ഈ ഷംസി മുഫിയും ഞങ്ങളെ ഫ്രണ്ട്സാട്ടോ. നമ്മൾ ജലസൈഡ് വർക്കൗട്ടാവാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാ. ഈ കാര്യം ആ പൊട്ടികൾക്കൊഴികെ ബാക്കിയെല്ലാവർക്കും അറിയാം. നമ്മൾ മെല്ലെ ചെന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ രണ്ടും ജന്മണ്ടേൽ അവരുടെ അടുത്തേക്ക് പോകില്ല എന്ന്. അവളുമാർ വളക്കാണെങ്കിൽ വളച്ചോട്ടെ എന്ന്. എന്തു തന്നെ ഭാര്യമാർ. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല, ഒരു മാറ്റം അനിവാര്യമാണ്. നമ്മളെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മളെ നേരെ അങ്ങോട്ട് വിട്ടു. ഹോയ് മമ്മ, പാപ്പ, ഐ ആം ബാക്ക്. നമ്മൾ അകത്ത് ചെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും അവിടെയില്ല. രണ്ടും കൂടി അങ്ങോട്ട് ട്രിപ്പ് പോയി എന്ന്. ബ്ലഡി ഫൂൾസ്, എന്നെ കൂടാതെ ട്രിപ്പ് പോയി. വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. നമ്മൾ നേരെ റൂമിൽ പോയി. ഹോയ് ഡാർലിംഗ്, ഐ മിസ് യു സോ മച്ച്. ഐ ആം ബാക്ക്. ഐ ലവ് യു. ലവ് യു ഡ ബെഡ്. ആദി, അവൻ്റെ കോപ്പിൽ ഐഡിയ. നിങ്ങളെന്താ നോക്കുന്നേ? ദേ, കളിയാക്കാനൊന്നും വരണ്ട. എനിക്ക് അവളെ ഇഷ്ടമാണ്.
അതിപ്പോൾ അങ്ങനെയല്ലേ വരൂ. ഞങ്ങളൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും രണ്ടും പാത്തുൻ്റെ റൂമിൽ തന്നെയാണ്. വാതിൽ തുറക്കുന്നില്ല. ഫുഡൊക്കെ നേരത്തെ കഴിച്ചെന്ന് ഉമ്മ പറഞ്ഞു. ഷംസിയും മൊഫിയും അവരെ റൂമിലേക്ക് പോയി. നമ്മളും മജുവും കൂടി ഫോണെടുത്ത് പാത്തുൻ്റെ റൂമിൻ്റെ സൈഡിലേക്ക് പോയി. അവിടെ ജനൽ തുറന്ന കാരണം അതിൻ്റെ അകത്ത് നടക്കുന്നൊക്കെ കൃത്യമായി കാണാം. മൂന്നും ഫോണിലാണ്. നമ്മൾ ഫസ്റ്റ് അജുവിനോട് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഓന് ഫോണെടുത്ത് വിളിച്ചു. ഞങ്ങൾ റൂമിലേക്ക് നോക്കി. ജുമിയുടെ ഫോൺ അടിച്ചപ്പോൾ ഓളത് കട്ടാക്കി. അതുകൊണ്ട് അജുന് ദേഷ്യം കയറി. അവൻ ഒന്നും കൂടി കോളാക്കി. അപ്പോഴും അവള് കട്ടാക്കി. അവൻ വീണ്ടും വീണ്ടും വിളിച്ചു. അതെ, ആ ഫോണൊന്ന് എടുക്കോ, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കോ, മനുഷ്യന്റെ കോൺസെൻട്രേഷൻ പോണോ. അത് അജു അടി. അല്ല, മോൾക്ക് എന്താ പണി? സ്റ്റോറി എഴുതാ. ഒന്ന് മിണ്ടാതിരിക്കോ, എൻ്റെ കോൺസെൻട്രേഷൻ പോണോ. എന്തിന്? ഞാൻ ഫോണിൽ ലൈവ് ക്ലാസ് കാണാം. ഞാൻ +2 ആണെന്ന് അറിഞ്ഞൂടെ? എൻ്റെ എക്സാം തുടങ്ങാം. അതിന് കോപ്പ്. വീണ്ടും അജു വിളിച്ചപ്പോൾ അവൾ ഫോൺ കട്ടാക്കി. അജു ആണെങ്കിൽ ഇവിടെ തിളച്ചു മറിഞ്ഞ് നിൽക്കാം. ലാസ്റ്റ് ഗതികേട് കൊണ്ട് അവൾ ഫോൺ എടുത്തപ്പോൾ മോളെ. അജു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവൾ ഫോൺ കട്ട് ചെയ്ത് ചെവിയൊക്കൊന്ന് കുടഞ്ഞ് നൈസായി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. ഷാനുവിൻ്റെ അടുത്ത് ചെന്ന് ഓളെ ഫോൺ മേടിച്ചു. ഞാൻ അജുവിനെ നോക്കിയപ്പോൾ ഓൻ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. അവൻ നമ്മളോട് ഫോൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഷാനുവിന് കോളാക്കി. അപ്പോൾ ജുമി അവൾക്ക് ഫോൺ കൊടുത്തു. അവളത് കട്ടാക്കി. വീണ്ടും അതന്നെ. 3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഇതന്നെ അവസ്ഥ. ദേഷ്യം കയറിപ്പോൾ നമ്മൾ അവൾക്ക് വോയിസ് അയച്ചു. അതും നല്ല മലയാള ഭാഷ. അതെടുത്തത് ജുമിയും. അത് കേട്ടപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്ത് ഷാനുവിന് കൊടുത്തു. ഷാനു അത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് പല എക്സ്പ്രഷൻ വിരിയാൻ തുടങ്ങി. വാട്ട് എ വെറൈറ്റി ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ച് അടുത്ത കോളിൽ ഫോൺ എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറമായിരിക്കുമെന്ന്. എന്നിട്ട് കോൾ ചെയ്തപ്പോൾ അവൾ എടുത്തു. ജുമിയാണെങ്കിൽ അത് സ്പീക്കറിലാക്കി. നിനക്ക് എന്താടി ഫോൺ എടുത്താ? 5 മിനിറ്റിനുള്ളിൽ നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ അറിയാലോ എൻ്റെ സ്വഭാവം. ഞാൻ വരൂല. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് വന്നോ, ഇല്ലെങ്കിൽ. അപ്പോൾ അജു നമ്മളെ ഫോൺ മേടിച്ച് രണ്ടും മര്യാദയ്ക്ക് ഗാർഡനിൽ വന്നോണം, കേട്ടല്ലോ. കൂടുതൽ പറച്ചിലില്ല, സൗകര്യമില്ല. ഈ പോയി കേസ് കൊടുക്ക്. നിൻ്റെയൊക്കെ മറ്റവന്മാരില്ലേ, ഷംസി മുഫി, അവരായിട്ട് ഗാർഡനിൽ പോയിക്കോ. ഇനി വിളിച്ച് ബുദ്ധിമുട്ടണ്ട. ഞങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ്. ബൈ. ജൂമി. അവൾ ഫോൺ ഓഫാക്കി. അജു, എവിടെയാ പരട്ട പാച്ചു? പൊക്കടവനെ. ഞാനും ആദ്യം കൂടി പാച്ചുവിനെ തപ്പി നടക്കുമാണ് പാച്ചുവിന് ഉമ്മാൻ്റെ കോൾ വന്നത്. വണ്ടി എടുത്തോ ബർക്കത്തുവിലേക്ക്. അവിടെ ചെന്നപ്പോണ്ട് ഓൻ സുഖമായ റൂമിൽ പുതച്ച് കിടക്കുന്നു. അവിടെയുള്ള ജഗ്ഗിലെ വെള്ളമെടുത്ത് അവൻ്റെ തലവഴി കമിഴ്ത്തിയപ്പോൾ അവൻ കണ്ണു തുറക്കാതെ തന്നെ, എൻ്റെ മമ്മ, ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് ഉറങ്ങട്ടെ. രാവിലെ വെള്ളം ഒഴിച്ചാ പോരെ, അതോ നേരം വെളുത്തോ? യു ഗോ ആൻഡ് ഗിവ് പാൽ ടു യുവർ ഹസ്ബൻഡ് ആൻഡ് കം ബാക്ക് വിത്ത് ഹോർലിക്സ്, ഓക്കെ? നിനക്ക് ഹോർലിക്സ് ഞങ്ങൾ കലക്കി തരാടാ. ആദ്യം ഒറ്റ ചവിട്ട് കൊടുത്തപ്പോൾ അവൻ എണീറ്റിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവൻ ഞെട്ടി. പിന്നെ ഒരുമാതിരി വളിഞ്ഞ് എളിയിച്ചു. മുങ്ങിയ രക്ഷപ്പെടാന്ന് കരുതിയോ? മര്യാദയ്ക്ക് ഈ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് നീ ഉറങ്ങിയാൽ മതി. അയ്യേ, രക്ഷപ്പെടുക ഞാനോ? ഏയ്, ഞാൻ എൻ്റെ മമ്മേനെയും പപ്പേനെയും കാണാൻ വന്നതാ. എനിക്കും ഉണ്ടാവില്ലേ അവരെ കൂടെ നിൽക്കാൻ ആഗ്രഹം. നീ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ ഡയലോഗൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ പറയട്ടെ നിന്റെ പ്രൊഡ്യൂസേഴ്സിനോട്. വേണ്ട, നമുക്ക് പോവാം, ഞാനിതാ വരുന്നത്. അങ്ങനെ വഴിക്ക് വാ, പോയി പണി നോക്കടാ. അതും പറഞ്ഞ് പാച്ചവൻ്റെ പുതപ്പിൽ ചുരുണ്ടു കൂടി കിടന്നു. ആദ്യം നമ്മളോട് പൊക്കാൻ പറഞ്ഞപ്പോൾ ഞാനും അവനും കൂടി അവനെ പുതപ്പോടെ പൊക്കി താഴേക്കിറങ്ങി. ഞങ്ങളിവനെ കൊണ്ടുപോവാ. അപ്പോൾ അവൻ പുതപ്പിൽ നിന്ന് തല പുറത്തിട്ട് അവൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും നോക്കി. ഞാൻ പോയി വരാവേ. എൻ്റെ ആയുസ്സിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണേ. ബൈ, ലവ് യു ടു പീപ്പിൾസ്. അവർ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. നേരെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും ഷാനും ജുമിയും പാത്തും മലറി ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ചു. ശബ്ദം കേട്ട് ഉമ്മയും മൊഫിയും ഷംസിയും ഇറങ്ങി വന്നു. ഞങ്ങളവരെ പിടിച്ച് മാറ്റിപ്പോൾ മൂന്നും നന്നായി വേർക്കുന്നുണ്ടായിരുന്നു. എന്താടി? പ്രേതോ? എവിടെ? ഹല്ലേലൂയ സ്തോത്രം. അതും പറഞ്ഞ് പാച്ചു ഓടിപ്പോയി വണ്ടിയിൽ പോയിരുന്നു. എന്ത് പ്രേതോ? നിനക്കൊക്കെ തോന്നിയതാവും. അല്ല, ഞങ്ങൾ കണ്ടതാ. അന്ന് കണ്ട ആ അസ്ഥിക്കുടമില്ലേ, അതന്നെ ശരിക്കും കണ്ടതാ. പെട്ടെന്ന് ബാക്കിൽ നിന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിന്നപ്പോൾ അവർ സമ്മതിച്ചില്ല.
ഞങ്ങൾ അവരെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കയറി. പാച്ചു പിന്നാലെ പോന്നു. മൂന്നും നന്നായി പേടിച്ചിട്ടുണ്ട്. ഞാനും പാച്ചുവും ആദ്യം കൂടി പുറത്തിറങ്ങിയപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരാൾ മെല്ലെ മാറിപ്പോകുന്നത് കണ്ടു. ആരാടത്? ഇവര് രണ്ടാമത് കണ്ടെന്ന് പറഞ്ഞെങ്കിൽ അയാളെവിടെ വരുന്നുണ്ടെന്നല്ലേ? പെട്ടെന്ന് ആദിയുടെ ഫോൺ ബെല്ലടിച്ചു. അവൻ കോൾ എടുത്തതും അകത്തു നിന്ന് ഉമ്മാന്റെ അലർച്ച കേട്ടു. ഞങ്ങൾ അകത്തേക്ക് ഓടി.